ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും എന്നോടൊപ്പം ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ എം ജി കണ്ണൻ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ആളുകൾ പൊതുവെ പറയുന്നത് അടൂരിന് 2 MLA എന്നുള്ള നിലയിൽ. കാരണം അത്രമാത്രം അദ്ദേഹം വളരെ സ്ട്രെയിൻ എടുത്ത് ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ പരിശ്രമിച്ച ആളായിരുന്നു. ഒരുപക്ഷെ സാധാരണ നിലയിൽ ഒരു പൊതുപ്രവർത്തനോ രാഷ്ട്രീയ പ്രവർത്തനോ മത്സരിച്ച് തോറ്റാൽ പിന്നെ അങ്ങനെ നിൽക്കില്ല. പക്ഷേ എം ജി കണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ അടൂരിലെ ഒരു സ്ഥിരം അംഗമാണ് എന്നുള്ള നിലയിൽ ഒരു MLA പോലെ തന്നെ എല്ലാ മണ്ഡലത്തിലും, എല്ലാ വീട്ടിലും, എല്ലാ പ്രദേശത്തും, എല്ലാ ചടങ്ങുകളും അദ്ദേഹം നിറഞ്ഞത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓടിയെത്തുമ്പോൾ അദ്ദേഹം അവിടെ കൊണ്ടുവന്നുള്ളത് അത്രമാത്രം ഒരു നല്ല സാമൂഹ്യ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ പൊതുപ്രവർത്തകർ കണ്ടുപഠിക്കേണ്ടതും കൂടിയാണ്. കാര്യം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഉള്ളിലൊതുക്കി പൊതുസമൂഹത്തിന് വേണ്ടി എത്രമാത്രം ആത്മാർത്ഥത്തോടുകൂടി നേതൃത്വപരമായി പ്രവർത്തിക്കാൻ കഴിയുമോ ആ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോയയാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് നമ്മളിന്ന് വേർപെട്ട് പിരിഞ്ഞു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി അദ്ദേഹം ഈ അടൂരിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ അടൂരിലെ എല്ലാ മനുഷ്യന്റെ മനസ്സിലുണ്ട്.